കാസർഗോഡ് മോഷണക്കുറ്റം ആരോപിച്ച് യുവതി ജീവനൊടുക്കിയ സംഭവം അപമാനഭീതിയും അപവാദ പ്രചാരണത്താലുമെന്ന് എഫ്ഐആർ. നാലത്തടുക്ക സ്വദേശിനി ജസീലയാണ് നിരപരാധിത്വം വ്യക്തമാക്കുന്ന വീഡിയോ ചിത്രീകരിച്ച് കഴിഞ്ഞ ദിവസം ജീവനൊടുക്കിയത്. സംഭവത്തിൽ ആദൂർ പോലീസിന്റെ ഭാഗത്തുനിന്ന് വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്നതും അന്വേഷിക്കും. ജസീലയെ കള്ളക്കേസിൽ കുടുക്കാൻ ശ്രമിച്ചതിലും സ്വഭാവഹത്യ നടത്തിയതിലുമുള്ള മനോവിഷമത്തിലാണ് ജീവനൊടുക്കിയതെന്നാരോപിച്ച് കുടുംബം നൽകിയ പരാതിയിലാണ് കേസ്. കെ വി ബൈജു ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ബൈജു, കഴിഞ്ഞ ദിവസം യുവതി അവസാനമായി ചിത്രീകരിച്ച ആ വീഡിയോ പുറത്തു വന്നിരുന്നു. അതിലൂടെ തന്നെ നമുക്ക് വ്യക്തമാണ് യുവതി എത്രത്തോളം മനോവിഷമത്തിലായിരുന്നു എന്നുള്ളത്. ഇപ്പോൾ എഫ്ഐആറിലും അതുതന്നെയാണ് വ്യക്തമാകുന്നത്. അന്വേഷണം ഇപ്പോൾ ഏത് രീതിയിലാണ് പുരോഗമിക്കുന്നത്? അനുശ്രീ, അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് വിദ്യാനഗർ പോലീസ്. ഇതിൽ പ്രധാനമായും എഫ്ഐആറിൽ പറയുന്നത് ഇത് തന്നെയാണ്. അപമാനവും അതുപോലെ തന്നെ അപവാദ പ്രചരണവും ഇതാണ് ഈ വലിയ മനോവിഷമത്തിനിടയാക്കിയതും ഈ ഒരു ജീവനൊടുക്കാൻ സാഹചര്യമുണ്ടായതുമെന്നാണ് എഫ്ഐആറിൽ പറയുന്നത്. സഹോദരന്റെ പരാതിയിലാണ് ഇത്തരത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഏതായാലും പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഈ യുവതിയുടെ ഭർത്താവിന്റെ വീട്ടിന്റെ സമീപമുള്ള ആൺസുഹൃത്തിന്റെ വീട്ടിൽ നിന്നാണ് ഇത്തരത്തിൽ 9.5 പവൻ സ്വർണം നഷ്ടപ്പെട്ടു എന്ന ഒരു പരാതി ആദൂർ പോലീസിൽ നൽകുന്നത്. അത് ജസീലയാണ് ആ സ്വർണം മോഷ്ടിച്ചെന്ന തരത്തിൽ പരാതി നൽകുകയും പിന്നീട് ജസീലയെ ഈ പോലീസ് സ്റ്റേഷനിൽ നിരന്തരം ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുകയും അങ്ങനെ മാനസികമായി വലിയ തോതിൽ വിഷമം ഉണ്ടാവുകയും ചെയ്തു. അതോടൊപ്പം വലിയ തോതിൽ പ്രചരണം, നാട്ടിൽ ഇങ്ങനെ സ്വർണം മോഷ്ടിച്ച ഒരാൾ എന്ന നിലയിൽ വലിയ തോതിൽ പ്രചരണവും ഉണ്ടായി. അത് ഇവർക്ക് കടുത്ത മാനസിക വിഷമം ഉണ്ടാക്കി. അതോടൊപ്പം ഈ ആൺസുഹൃത്തിനെ ചേർത്ത് അപവാദ പ്രചരണങ്ങളും ഉണ്ടായി എന്നാണ് ഇവരുടെ വീഡിയോയിൽ തന്നെ ആ കാര്യങ്ങളും പറയുന്നുണ്ട്. ഇതാണ് ഈ ഒരു ജീവനൊടുക്കാൻ യുവതി കാരണമായത് എന്നാണ് എഫ്ഐആറിൽ പ്രധാനമായും പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവരെ ചോദ്യം ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കും. എന്തായാലും കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഈ യുവതി ഇത്തരത്തിൽ സ്വന്തം വീട്ടിൽ വിദ്യാനഗർ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഇവരുടെ സ്വന്തം വീട് വരുന്നത്. അവിടെ ഈ ഒരു എലിവേഷം കഴിച്ച് ജീവനൊടുക്കാൻ ശ്രമിച്ചത്. പിന്നീട് വെള്ളിയാഴ്ചയായിരുന്നു ആശുപത്രിയിൽ നിന്നും ഇങ്ങനെ മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. അതോടൊപ്പം തന്നെ ഇവരുടെ മരണമൊഴിയായുള്ള രഹസ്യമൊഴി അത് മജിസ്ട്രേറ്റിന് നൽകുന്ന സാഹചര്യം ഉണ്ടായി. അതിൽ നിർണായകമായ വിവരങ്ങൾ ഈ യുവതി പങ്കുവച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ ഒരു ആൺസുഹൃത്തിനെയും ഒപ്പം അവരുടെ മാതാപിതാക്കളെ അവരെയും ചോദ്യം ചെയ്യുന്ന സാഹചര്യം, അല്ലെങ്കിൽ അവരെ ഇന്ന് ചോദ്യം ചെയ്തേക്കാം. വിദ്യാനഗർ പോലീസാണ് ഇത് സംബന്ധിച്ച് അന്വേഷണം ഊർജിതമാക്കിയിട്ടുള്ളത്. എന്നാലും വലിയ തോതിൽ ഒരു ചർച്ചാ വിഷയമായിരുന്നു. കാരണം 2 കുഞ്ഞു മക്കൾ മാത്രമാണ് ഇവർക്കുള്ളത്. അവരുടെ വിഷമങ്ങളെല്ലാം പങ്കുവെച്ചുകൊണ്ട് അവർ ആ ഒരു വീഡിയോ ചിത്രീകരിച്ചതിന് ശേഷമായിരുന്നു ഈ ജീവനൊടുക്കുന്ന സാഹചര്യം ഉണ്ടായത്. അതിൽ കൃത്യമായി കാരണം പറയുന്നുണ്ട്. താൻ നിരപരാധിയാണ്, തന്റെ മക്കൾക്ക് ഇനി എങ്ങനെ ജീവിക്കാൻ സാധിക്കും, കാരണം ഒരു കള്ളി എന്ന തരത്തിൽ